ഈ തീപ്പെട്ടി നമ്മുടെ ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ചാൽ വീട് മൊത്തം കത്തിപ്പോകും. എങ്ങനെയാണെന്നല്ലേ? ഇനി നമ്മൾ എങ്ങനെയാണ് കത്തുന്നത് എന്നുള്ളതും പറയുന്നത്, ഈ തീപ്പെട്ടി എങ്ങനെ തീ പിടിക്കുന്നു, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് എങ്ങനെ ഫയർ വരുന്നു, സ്മോക്ക് നിറയുന്നു, ഇതിന്റെ റീസണിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫ്രിഡ്ജിന്റെ പുറകില് ഈ ഒരു പോർഷൻ ഹീറ്റ് ആവുന്നൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഹീറ്റ് ആവുന്നൊരു പോർഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ആവശ്യത്തിനോ അറിയാതെയോ ഇങ്ങനെ തീപ്പെട്ടി വെക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടം കൊണ്ട് വെക്കും. ഇത് എടുക്കാൻ സമയത്ത് മറ്റുള്ള ഐറ്റംസ് ഇവിടെ വെച്ചിട്ട് നമ്മൾ എടുക്കാൻ സമയത്ത് ഈ തീപ്പെട്ടി ഇങ്ങനെ നീങ്ങി 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 എന്ത് ചെയ്യും, ഇത് നേരെ പുറകിൽ വന്ന് ഇവിടെ അങ്ങ് ലാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഇതിന് താഴെ പോയി കിടക്കും. ഇതെന്ത് ചെയ്യും, ഇത് ഹീറ്റ് കൂടി 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 ഈ തീപ്പെട്ടിയിലേക്ക് ഹീറ്റ് വരികയും ഇതിനകത്തുള്ള തീപ്പെട്ടിക്കുള്ളിലേക്ക് ഈ ഫയർ ക്യാച്ച് ചെയ്യുകയും തീപ്പെട്ടി കത്തുകയും ചെയ്യും. ഈ തുണിയിലേക്ക് ആ തീ പടരുകയും തൊട്ടടുത്ത കർട്ടൻ, ഗ്യാസ് കുറ്റി, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന സോഫ, മേശ, ഇങ്ങനെയുള്ള വസ്തുവിലേക്ക് തീ പടരുകയും ചെയ്യും. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആരാണ്? നമ്മുടെ വീട്ടിലുള്ള സ്ത്രീജനങ്ങളാണ്, അമ്മമാരും പെങ്ങന്മാരൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്. കാരണം അവരാണ് എപ്പോഴും അടുക്കള ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ.